بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين صدق الله العظيم. തൊട്ടുമുള്ള ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ഖുദ്റത്തുകളെ കുറിച്ചുമാണ്. അത് പറഞ്ഞ ഉടനെ പിന്നെ അള്ളാഹു അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ആ ഹബീബിനെ അള്ളാഹു ഇറക്കി കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആനെ കുറിച്ചുമാണ്. ഇത് ഖുർആനിൽ ഉടനീളമുള്ള ഒരു ശൈലിയാണ്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് പറയാന്നുള്ളത് ഒന്നാമത് ഇതിൽ പഠിക്കേണ്ടത് അതാണ്. അള്ളാഹിനെ പറഞ്ഞാൽ പിന്നെ ഉടനെ പരിശുദ്ധ റസൂലിനെ കുറിച്ച് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബ നബിയോട് അള്ളാഹു തആല പറഞ്ഞതുമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ചോദിക്കണ്ടായി, പടച്ചോനെ മൂസാ നബിയെ നീ കലീമാക്കി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലാക്കി, ഈസാ നബിയെ റൂഹാക്കി, ഞാൻ എന്താ ചോദിച്ചു. അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല അന്ന് തന്നെ തുറന്ന് പരസ്യമാക്കിയാണ്, നിങ്ങൾ എൻ്റെ ഹബീബാണ്. ഖലീലും ഹബീബും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മലയാള അർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ അറബ് ഭാഷ അത്ഭുതമാണ്, അതിനിടയിൽ വ്യത്യാസമുണ്ട്. ഖലീലാവുമ്പോ അല്ലാഹു തആല എന്താണോ പറഞ്ഞത് അത് മുഴുവനും സ്വീകരിക്കണം. അത് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സ്വീകരിക്കണം. അത് അതേ അർത്ഥത്തിൽ പുലർത്തിയ ആളാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം. സ്വന്തം മോനെ അറക്കാനല്ലേ പറഞ്ഞത്, തയ്യാറായല്ലോ, അറവ് കടന്നിട്ടില്ല. പണ്ടൊരാള് പറഞ്ഞാൽ അള്ളാഹിനേക്കാളും നല്ലത് ഇബ്ലീസാണ്. ആള് ഇങ്ങനെ ആരെയാ പറയാ നിങ്ങൾക്ക് തന്നെ അറിയാലോ. പറയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അള്ളാഹ് ഏതായാലും മോനെ അറക്കാൻ പറഞ്ഞില്ലേ, ഇബ്ലീസ് പറഞ്ഞത് അറക്കണ്ടെന്നല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹ് അറക്കാനല്ല, അറക്കരുത് എന്നാണ് അതിന്റെ തത്വം. മനുഷ്യനെ അറക്കരുത്, അത് ഏതറ്റം വരെ പോയാലും ഞാൻ സമ്മതിക്കില്ല എന്നാണ് അതിന്റെ ലാസ്റ്റ്. അത് ലാസ്റ്റ് വരെ പഠിക്കണം എന്ന് മാത്രമേ, ഇടക്കെടുത്ത് ചാടി പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഖലീലാണെങ്കിൽ അതാണ്, എന്ത് കൽപ്പിച്ചാലും അത് എനിക്കെങ്ങനെയാണ് നോക്കൂല, നടപ്പിലാക്കും. ഹബീബ് അങ്ങനെയല്ല. ഹബീബാകുമ്പോ മെഹബൂബ് ഹബീബിന്റെ ഇഷ്ടം അനുസരിച്ച് കൊണ്ട് കൽപ്പനകൾ നടത്തും. അതിന്റെ ഒരു മാസം കൂടിയല്ലേ ഷാബാൻ. മുത്തനബിക്ക് കാബ ഒന്ന് കിബിലിയായി കിട്ടണം, ആ പഴയ കാബ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നിസ്കരിക്കാൻ തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് 17 മാസത്തോളം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, ആ പഴയ കാബ ശരീഫിനെ ഒന്ന് കിബിലിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹം വന്നപ്പോഴേക്ക് അതിനായത്തിറങ്ങി. അതാണ് ഹബീബാണ്. അതേ സമയത്ത് തന്നെ അല്ലാഹു തആല പറഞ്ഞിരുന്നു, അല്ലാ ദുകിർതു ഇല്ലാ ദുകിർത മഈ. ഞാൻ എവിടൊക്കെ പറയപ്പെടുന്നുണ്ടോ അവിടൊക്കെ നിങ്ങളും പറയപ്പെടും മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു തആല എല്ലാ സ്ഥലത്തും പുലർത്തിയിട്ടുണ്ട്. അള്ളാഹിനോടുള്ള മുനാജാത്തായ ബാങ്കിന് വേണ്ടി പടച്ചോൻ വലിയതാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഹയ്യ അലൽ സലാം എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ. കാരണം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനല്ല വിളിച്ചത്. അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞതാവൂല. അള്ളാഹ് പറഞ്ഞിങ്ങനെ എന്നെ പറയപ്പെടുന്ന സ്ഥലത്തൊക്കെ നിങ്ങളും പറയപ്പെടുന്നു. അപ്പൊ മുനാജാത്തിന് വേണ്ടി വിളിക്കുന്ന സ്ഥലത്ത് വരെ ഈ ആളെ പേരാണ് കയറ്റി, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരെ ആഗ്രഹിച്ച അള്ളാഹിനെ മാത്രം പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഇയാളെ പേര് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഒക്കെ പോട്ടെ, അള്ളഹാനോടുള്ള മുനാജാത്തല്ലോ നിസ്കാരത്തിൽ ഇപ്പൊ അള്ളഹാനെ മാത്രം പറഞ്ഞാൽ മതിയോ?
അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയണ്ടേ? ഇത് പഠിച്ചാൽ സ്വലാത്തിന്റെ എണ്ണം കൂടും. ഹബീബിനെ കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ സ്വലാത്തിന്റെ എണ്ണം കൂടും. ആ കൂട്ടത്തിൽ ഒന്നാണിത്. ഇവിടെ അള്ളാന്റെ ഖുദ്റത്ത് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അള്ളാഹിനെ കുറിച്ച് കൃത്യമായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അവിടെ ഹബീബിന്റെ മോചനത്തിനെ കൊഞ്ഞനം കാണിച്ച് കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ മുഴുവൻ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ട് അതിശക്തമായിട്ടൊരു വെല്ലുവിളി. എന്താണ് ആ പ്രയോഗമൊക്കെ? അലാ അബ്ദിന അലാ മുഹമ്മദിൻ അലാ റസൂലിൻ എന്ന് പറഞ്ഞില്ല, ഞമ്മളാബദ്. ഇനി അത് വേറൊന്നും പഠിക്കണ്ടാണ്. ഖുർആനിൽ മൊത്തം പരതിയാൽ പേര് പറയാതെ അബ്ദിന അബ്ദഹു എന്നൊക്കെ പറഞ്ഞാൽ, നിരുപാധികം പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാത്ത ഒരാളാണ് അള്ളാന്റെ ഉദ്ദേശമെങ്കിൽ ആ ആളെ പേരവിടെ പറയും. വദ്കുർ അബ്ദന അയ്യൂബ, വദ്കുർ അബ്ദന ദാവൂദ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേര് പറയാതെ അബ്ദ് എന്നാണ് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലൊക്കെയുള്ള ആന്തരിക സൗന്ദര്യം എത്ര കാര്യങ്ങള്. ബാപ്പ കുട്ടികൾ കുറെ ഉണ്ടെങ്കിൽ എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കൊണ്ട് ഓടി വരും. എന്റെ കുട്ടി കൊണ്ട് വരെ ഒരു കുട്ടി കൊണ്ട് വരും. കാരണം ആ കുട്ടിയൊക്കെ അറിയാം അതാണ് എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം. കളിക്കാരുടെ കൂട്ടത്തിൽ കളിക്കാരെന്ന് ചിലർക്ക് പേരിടും. അങ്ങനെയാണ് പേരറിയപ്പെട്ട കളിക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന ആളായിരിക്കും, അല്ലെങ്കിൽ പേരവിടെ പറയും. അങ്ങനെ എല്ലാത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണത്. ഇല്ലാ അബ്ദിന, നമ്മളാബദ്. അപ്പൊ ഇനി ഒരാൾ ഏതാണ് ഇപ്പൊ അബദ് എന്ന് ചോദിക്കൂല. നമ്മളാബദ് എന്ന് അല്ലാണ്ട് പറഞ്ഞ അള്ളാഹു നമ്മളാബദ് എന്ന് പറയാൻ മാത്രം ലോകത്ത് മുന്തിയ ആളാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ അവർ ശ്രദ്ധിക്കാളെ നസ്സല്ല എന്ന് പറഞ്ഞു, അൻസല്ല എന്ന് പറഞ്ഞില്ല. ഈ ഇൻസാലും തെൻസീലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻസാല് അൻസല്ല എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് ഇറക്കണേന്ന് പറയും, ഒറ്റടിക്ക് ഇറക്ക. തെൻസീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പല ഘട്ടങ്ങളിലായിട്ട് ഇറക്കുക. അറബ് ഭാഷ ഭയങ്കര അത്ഭുതമാണ്. തെൻസീൽ എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിൽ ഇറക്കുക. ഇവിടെ ഉപയോഗിച്ചത് തെൻസീലാണ്. നസ്സല യുനസ്സിലു തെൻസീലൻ, അതാണ്. നമ്മൾ അബ്ദിന് നമ്മൾ ഇറക്കി കൊടുത്ത വിഷയത്തിൽ നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ, ഖുർആൻ ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ലാ റൈബ ഫീഹി, ഇതിൽ സംശയിക്കരുത് എന്ന്. സംശയിക്കേണ്ട കാര്യത്തിലില്ല. ഇനി അല്ലാഹു ഇവിടെ പറയാ, ഇനി അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഭയങ്കര സംഭവം, അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്തിനെ പോലെ ഒത്തൊന്നു കൊണ്ടിരുന്നാണ്. സൂറത്തുൽ ബഖറ വേണ്ട, അതിനോൽക്ക് കഴിയില്ല. ഒന്നും വേണ്ട, 3 ആയത്തുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ, അത് മതി. ഒരു സൂറത്ത് എന്ന് പറഞ്ഞേ 10 വേണ്ട, 1 വേണ്ട. 1ൽ 200 ചില ആയത്തുള്ള സൂറത്തുണ്ട്, അത് വേണ്ട. 3 ആയത്തുകളുള്ള സൂറത്ത് മതി. എന്നിട്ട് അല്ലാഹു പറയാണ് അള്ളാനെ കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓലെ കണ്ട് വിളിച്ചോളി. നിങ്ങളെ നിലപാടിലും നിങ്ങൾ പറയുന്നതിലും സത്യത്തിന്റെ തരിമ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. വല്ലാത്തൊരു വെല്ലുവിളിയാണ്. 1500 കൊല്ലായിട്ട് ആ വെല്ലുവിളി ഇങ്ങനെ നിൽക്കുകയാണ് അന്തരീക്ഷത്തിൽ. 1500 കൊല്ലായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധിച്ചിട്ടില്ല. ഇസ്ലാമിനെ തകർക്കാൻ എന്തിനാണ് ഇത്ര കോടികൾ ചെലവഴിക്കുന്നത്? സൂറത്തുൽ കൗസറിനെ പോലത്തെ ഒരു 3 ആയത്തുള്ള ഒരു ചിന്ന സൂറത്ത് കൊടുന്നാൽ കഥ കഴിഞ്ഞില്ലേ? പലരും ഒന്ന് കൊടുന്നോക്കി, ഒക്കെ അതിന്ന് കോപ്പി അടിച്ചത്. ഇടക്ക് ഓരോ വേർഡ് ചേർത്തി കൊടുക്കുക, അത് അർത്ഥം വെച്ച് നോക്കുമ്പോ ഒക്കെ കൊളവും ചെയ്യാം.
ഇന്നത് വായിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ സൗന്ദര്യം ഒട്ടില്ലേനോ. ലോകത്തെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഖുർആനോട് കടപിടിക്കുന്ന ഒരു കോപ്പി നിലനിന്നതായിണ്ടോ? ആരൊക്കെ എത്തി നോക്കിയിട്ട് വെല്ലുവിളിക്കാൻ രംഗത്ത് വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ജയിച്ചിട്ടുണ്ടോ? അപ്പൊ കൊറോണ കാലത്ത് വന്നില്ല സൂറത്ത് കൊറോണ, എവിടെ പോയി? സൂറത്ത് കൊറോണ ഇല്ല, ഉണ്ടാക്കിയ ആളുമില്ല, ഒക്കെ മുങ്ങിയില്ലേ. കാരണം എന്താണ്? കഴിയില്ല. ഇത് ഖുർആനാണ്. അവിടെ എല്ലാ അർത്ഥത്തിലും ആണെങ്കിൽ തീരെ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാല് ഇത് കൊടുന്നത് ആരാണ്? ഇത് ആരെ വായിലൂടെ വരുന്നത്? എഴുത്തും വായനയും മുമ്പ് പരിചയമില്ലാത്ത നിരക്ഷരനായ ഒരാളുടെ വായിലൂടെ. അങ്ങനെ ചിന്തിക്കാനേ ഒരിക്കലും നടക്കൂല. ഇത് കൊടുന്നത് ആരാണ്? ഉമ്മി. അന്ന് വരെ എഴുതിയിട്ടില്ല, അന്ന് വരെ വായിച്ചിട്ടില്ല. അപ്പൊ അള്ളാന്റെ വെല്ലുവിളി അങ്ങനെയാണെങ്കിലോ, ഇതുപോലത്തെ ഒരാള് കൊണ്ടുവരുന്ന പറഞ്ഞാലോ ആരും അതിനെ ശ്രമിക്കൂല. കാരണം ഒരു ഉമ്മി ഇതിന് മുന്നിൽ വരണ്ടേ. സുബ്ഹാനല്ലാഹ്. ആ ഖുർആനാ നമ്മളെ കയ്യിലുള്ളത്. ഈ വെല്ലുവിളി 1500 കൊല്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലോകത്തെ ഏത് സാഹിത്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞാൻ കുറെ സാഹിത്യം വായിച്ച ആളാണ്. അതിൻ്റെ ആ തുടക്കത്തിലുള്ള ചൊറുക്ക് കുറച്ച് കഴിഞ്ഞാൽ കഴിയും. കവിതയാണെങ്കിലും ഗദ്യാണെങ്കിലും പദ്യാണെങ്കിലും ലേഖനാണെങ്കിലും പുസ്തകമാണെങ്കിലും ഇനി പോട്ടെ സംഗീതമാണെങ്കിലും യേശുദാസ് അടക്കമുള്ള ആളുകൾ പാടുകയാണെങ്കിൽ ആ പാട്ട് കൂടിയ 4 മിനിറ്റ് അതിന് മേലെ പോകില്ല. കൂടിയ 4 മിനിറ്റ് അതിന് മേലെ പാട്ട് പോയില്ല. നിങ്ങൾ 25 മിനിറ്റ് നിന്ന് പാടുന്ന ഒരു പാട്ട് കേട്ടുക്കണോ? കാരണം എന്താ? തുടക്കത്തിൽ ആൾക്കാരൊക്കെ ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കും, കുറച്ച് കഴിഞ്ഞാല് എന്താണത്. അങ്ങനെ വലിയ വലിയ പാട്ടുകാരൊക്കെ പിന്നെ ചെറിയതൊക്കെ സമയം നോക്കാനുള്ള സംവിധാനമൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് നോക്കിയിട്ടാ പാടുക. 3.5 മിനിറ്റ് ആയ ഓരോ കൽവ് പടക്കും, നീട്ടണൊക്കെ കോലം മാറും. വലിയ പാട്ടുകാർ അങ്ങനെ. അയാളൊക്കെ എപ്പോ പാടുമ്പോഴും കൈക്ക് ഇങ്ങനെ നോക്കണുണ്ട് നിങ്ങള്. അതെന്താണ്? സമയം നോക്കണം. കാരണം ജനങ്ങൾ കേട്ടിരിക്കാനൊരു സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നേരെ മറിച്ച് ഖുർആൻ 6000 ചില്ല ആയത്താണ്. എന്നാ ഒന്ന് കേട്ടാൽ അത് ആവർത്തിക്കപ്പെടുമ്പോ ഒരു പാട്ട് കൂടി എത്ര പ്രാവശ്യം കേൾക്കുക? 4 പ്രാവശ്യം. ഞാനിപ്പോ ഇന്ന് നിങ്ങളോടൊരു കവിത ചൊല്ലി, നാളെ ചൊല്ലി, മറ്റന്നാളും ചൊല്ലി. നിങ്ങൾ പറയുക എന്നത്തെ കഥ ഒരു കവിത വെച്ച് കാട്ടിക്കൂട്ടണ, വേറൊന്നും അയാൾക്ക് ചൊല്ലല്ലേ നിങ്ങൾ പറയോ? പക്ഷെ ഞാൻ എത്ര 2 കൊല്ലായാലും ഇവിടെ ഫാത്തിഹ ഓതുന്നു. നിങ്ങൾ ഇന്ന് വരെ പറയണ ഫാത്തിഹ മടുത്തുകൊണ്ട് ഞാൻ അടുത്തെന്തെങ്കിലും നോക്കാന്ന്. അത് ഞാനല്ല, അലിയുലിയായിരുന്നാലും അത് തന്നെയാണ്, മടുക്കൂല. എത്ര ആവർത്തിച്ച് കേട്ടാലും ഖുർആൻ മടുക്കൂല. ഇന്ന് വരെ നിങ്ങൾക്ക് തോന്നിക്കണോ കത്തം തീർത്തിട്ട് ഒരേ സൂറത്തിന് വന്നിട്ട് മടുത്തുക്കണ്, അതൊന്ന് ഖുർആനൊന്ന് മാറ്റി കിട്ടിയാലോ എന്ന്? എന്നാ ഇത് പാട്ടിന് കഴിയില്ല. കൂടി എന്നാ 3-4 വട്ടം കേൾക്കും. ഇതെല്ലാം കൂടി വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണെങ്കിൽ ആരും മുമ്പ് വരൂല കേട്ടോ. ഇങ്ങനെ ഉമ്മയാവണം വെല്ലുവിളി ഏറ്റെടുക്കുന്ന ആള്. ഇപ്പൊ വന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഉമ്മയുണ്ടോ? അത്ഭുതാണ്. വേണമെങ്കിൽ നിങ്ങളെ ശിങ്കടികളെ വിളിച്ചോളി, നിങ്ങളെ നേതാക്കളെ വിളിച്ചോളി, നിങ്ങൾ പൂജിക്കുന്ന ബിംബങ്ങളെ വിളിച്ചോളി, നിങ്ങളെ മൂർത്തികളെ വിളിച്ചോളി. അതിൽ ഭൂതങ്ങളുണ്ടെങ്കിൽ അവരെ വിളിച്ചോളി, മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെ വിളിച്ചോളി. 2 കൂട്ടരും സംയുക്തമായിട്ട് വരും. കഴിയില്ല. 1500 കൊല്ലായിട്ട് നിലക്ക്. ഇനി അള്ളാഹു അടുത്ത് പറയുന്നുണ്ട്, അത് വെല്ലുവിളി സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക? നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمتي سيدنا محمد
اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم بارك لنا في البر والبحر وبارك لنا في جميع ما أعطيتنا وقنا شر ما قضيت. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حوالينا وفي هذه البلدة ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.